അറിയാതെ പറഞ്ഞതല്ല, ബോധപൂർവം പറഞ്ഞതാണ്. രാജേഷിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം, പഠിച്ചു പോകണം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച രാജേഷ് ചുരുങ്ങിയ കാലം കൊണ്ട് കോടീശ്വരനായി മാറി. ലക്ഷ്യം സാമ്പത്തികമാണ്. അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ശമ്പളവും പെൻഷനും നൽകുന്നതിന് വേണ്ടി ഓരോ മാസം KSRTCയുടെ പ്രധാനപ്പെട്ട ഈ പൊതുമേഖലാ സ്ഥാപനം 1965 മുതൽ ആരംഭിച്ച നാൾ മുതൽ അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ പൊതുമേഖലാ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത, സന്ധിയില്ലാത്ത നൂറുകണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, പോരാട്ടങ്ങൾ നയിച്ച സംഘടനയാണ് അഴീക്കോടിന്റെ പ്രസ്ഥാനമായ KSRTC എന്ന് പറയുന്ന സംഘടന. ഒട്ടനവധിയായ പോരാട്ടങ്ങൾ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി വീണ്ടും ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ നിർബന്ധിതരായി മാറുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ മുൻ മേയർമാരായിരുന്നവർ നമുക്കറിയാം. ആര്യാരാജ്യത്തിൽ നിന്നും അതിനു മുമ്പ് PK പ്രശാന്തമടക്കം നന്നായി കൈകാര്യം ചെയ്ത ഒരു മേഖലയായിരുന്നു തിരുവനന്തപുരം നഗരസഭ. ആ നഗരസഭയുടെ അധികാരം ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്നു. ശ്രീ EV രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരസഭയുടെ മേയറുടെ മാനസിക നില മനസ്സിലാക്കുന്നതായിരിക്കുന്നു. സാധാരണഗതിയിൽ അധികാരത്തിലേറിയാൽ അല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്താൽ അവർ പ്രഖ്യാപിക്കുക ആ നഗരസഭയിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ക്ഷേമ പദ്ധതികളെ കുറിച്ചായിരിക്കും, ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്ന സേവനങ്ങളെ കുറിച്ചായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു വർത്തമാനം ശ്രീ EV രാജേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? അദ്ദേഹം ആദ്യം പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര പദ്ധതിയുടെയും സംസ്ഥാന പദ്ധതികളുടെയും ഭാഗമായി വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭം നിങ്ങൾക്ക് വേണം. അത് അറിയാതെ പറഞ്ഞതല്ല, ബോധപൂർവം പറഞ്ഞതാണ്. രാജേഷിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം, പഠിച്ചു പോകണം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച രാജേഷ് ചുരുങ്ങിയ കാലം കൊണ്ട് കോടീശ്വരനായി മാറി. ലക്ഷ്യം സാമ്പത്തികമാണ്. സ്വാഭാവികമായി 113 ബസ്സുകളും ലഭിച്ചാൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ അനധികൃത നിയമനം നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമെന്ന ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ് അത്തരത്തിലൊരു പ്രസ്താവനയിലേക്ക് ശ്രീ EV രാജേഷ് പോയത്. ശ്രീ EV രാജേഷിനോട് ഏറെ വിനയത്തോടുകൂടി നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ മേഖലയെ സംരക്ഷിക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 9 വർഷക്കാലം കൊണ്ട് 13,000 കോടി രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം നൽകിയ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് സ്ഥിരം ജീവനക്കാരായി 23,000 ആളുകളും വിരമിച്ച് 42,000 പെൻഷൻകാർക്കും കൃത്യമായി ശമ്പളവും പെൻഷനും ലഭിക്കുന്നത് എന്ന നല്ല ബോധ്യം തൊഴിലാളിക്കുണ്ട്, പൊതു സമൂഹത്തിനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ നിലവിലുള്ള അവസ്ഥയല്ല. BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ എന്താ? ഡിപ്പാർട്ട്മെന്റ് ആക്കിയ BJP ഭരിക്കുന്ന ഹരിയാന RTC, മധ്യപ്രദേശ് RTC അടക്കം ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകി കഴിഞ്ഞു. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വൃത്തികെട്ട പ്രധാനമന്ത്രിയുടെ നിലപാടിന് ഭാഗമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന BJPയുടെ നേതാവായിട്ടുള്ള ഇന്ത്യ പ്രധാനമന്ത്രി അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ന്യൂനപക്ഷ രാജ്യമായ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ബോധപൂർവമായ നീക്കവുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ സംഘപരിവാർ ശക്തി മുന്നോട്ട് പോകുന്നത്. വളരെ കടുത്ത വെല്ലുവിളിയെ നേരിട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഒരു മതനിരപേക്ഷ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അപ്പൊ ശ്രീ EV രാജേഷ് പറഞ്ഞത് KSRTCയുടെ 113 ഇലക്ട്രിക് ബസ്സുകൾ നഗരസഭയ്ക്ക് നൽകുകയോ അല്ലെങ്കിൽ അതിന്റെ ലാഭം ഞങ്ങൾക്ക് നൽകുകയോ വേണം. ഉറപ്പ് വേണ്ടേ? പറയാൻ അന്തസ്സ് വേണ്ടേ? 1 രൂപയുടെ സഹായം BJPയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും 500 കോടി രൂപ നൽകി. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ പദവിയിൽ നിന്ന് 113 കോടിയാണെന്നല്ലോ എന്റെ 137 കോടി രൂപ കോർപ്പറേഷന് ധനസഹായം നൽകി. ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 60% തുക വിനിയോഗിച്ചുകൊണ്ടാണ് 113 ബസ്സുകൾ KSRTC നൽകിയത്. യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യസമയത്ത് യാത്രക്കാരെ എത്തിക്കുന്നതിനാവശ്യമായ നിലപാടാണ് ഇതിലൂടെ KSRTC നിർവഹിച്ചു പോകുന്നത്.
സേവനമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ യജമാനന്മാരെന്ന് പറയുന്നത് ഇതിലെ പ്രിയപ്പെട്ട യാത്രക്കാരാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ സാമ്പത്തികം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രിക് ബസ്സുകളും പുതിയ ആധുനിക സംവിധാനമോടിയ നൂറുകണക്കിന് ബസ്സുകൾ ഈ കാലഘട്ടത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 2011 മുതൽ 2016 വരെ കേരളത്തിലെ നിലനിർത്തുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 3 മന്ത്രിമാർ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത കാലഘട്ടം. KSRTC 1965 ആരംഭിച്ച് 45 വർഷം കൊണ്ട് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായ നഷ്ടത്തിലേക്ക് പോകും. ആ 45 വർഷത്തെ നഷ്ടമെന്നുള്ളത് 580 കോടിയാണ്. പക്ഷേ അടുത്ത 5 വർഷം 2011 മുതൽ 2014 വരെ ആകുമ്പോഴേക്കും KSRTC 580 കോടി മുതൽ 3700 കോടി രൂപയായി വരുന്നു. എങ്ങനെയാ അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ശമ്പളവും പെൻഷനും നൽകുന്നതിന് വേണ്ടി ഓരോ മാസം KSRTCയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുമായിട്ടുള്ള വിറ്റകൾ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉയർന്ന പലിശയ്ക്ക് പണപ്പെടുത്തി ശമ്പളവും പെൻഷനും നൽകി പോന്നു. ആ 5 വർഷം 1542 കോടി രൂപയാണ് UDF ഗവൺമെന്റ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് നൽകിയതെങ്കിൽ ഈ ഗവൺമെന്റ് 13,000 കോടിയാണ് നൽകുന്നു. 1540 13,000. അതേ നിലപാട് പൊതുമേഖല സംരക്ഷണ നിലപാട് കോൺഗ്രസും BJPയും സ്വീകരിക്കുന്നത് പൊതുമേഖലാ വിരുദ്ധ സമീപനമാണ്. നമുക്കറിയാം 1991 മുതലാണ് പൊതുമേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്ന നയങ്ങൾക്ക് കോൺഗ്രസ് ഗവൺമെന്റ് തുടക്കം കുറിക്കുന്നത്. അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് ഞങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത്. എന്നാൽ 2014 അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ 1 ലിറ്റർ ഡീസലിന് 1 ലിറ്റർ പെട്രോളിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി അധികാരം ഏറ്റെടുത്ത നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റ് ഡീസലിന്റെ വില 98ഉം പെട്രോളിന്റെ വില 107 രൂപയുമായിട്ട് ഉയർത്തി എന്ന് മാത്രമല്ല പെട്രോളിന്റെ വില നിന്ന് അധികാരവും കൂടി എല്ലാ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് നയം വ്യക്തമാക്കി. രാജ്യത്ത് ലാഭകരമായി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതുമായ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുന്ന കോർപ്പറേറ്റുവൽക്കരണ നവോദാരവൽക്കരണ നയങ്ങൾക്കാണ് ആ ഗവൺമെന്റ് രൂപം കൊടുത്തത്, നേതൃത്വം കൊടുത്തത്. നമ്മൾ ഓരോന്നായി പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം നമുക്കറിയാം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും സ്ഥിര നിയമം ലഭിക്കാത്തൊരു സ്ഥാപനം. ഏകദേശം 3 ലക്ഷം ഒഴിവുകളാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. ആ റെയിൽവേയിലടക്കം കരാർ നിയമനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല BSNL അടക്കം BPCL അടക്കം വിമാനത്താവളമടക്കം തുറമുഖങ്ങളടക്കം ദേശീയ പാർക്കുകളടക്കം രാജ്യത്ത് ലാഭകരമായി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഓരോന്നോരോന്നായി വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് രാജ്യത്തെ അദാനിയെയും അംബാനിയെയും എസ്ആർ ഗ്രൂപ്പിനെയുമെല്ലാം സംരക്ഷിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് നയം സ്വീകരിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അവിടെയാണ് രാജ്യത്തിന് മാതൃകയായി, ലോകത്തിന് മാതൃകയായി, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലടക്കം ലോകത്തിന് മാതൃകയായിട്ടുള്ള ഗവൺമെന്റ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോകുന്ന പൊതുമേഖലാ സ്ഥാപന സംരക്ഷണം ഉയർത്തി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് KSRTCയെ കൈവരിച്ച് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ VV രാജേഷ് നടത്തിയ പരാമർശത്തിന് കൃത്യമായി ഗതാഗത വകുപ്പ് മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ VV രാജേഷ് ഈ 111 ദിവസം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഒരു കത്ത് നൽകിയാൽ അത് വകുപ്പ് മന്ത്രിക്ക് നൽകണമെന്നില്ല. ബഹുമാനപ്പെട്ട KSRTCയുടെ CMDക്ക് ഒരു കത്ത് നൽകിയാൽ 24 മണിക്കൂറിനകം 113 ഇലക്ട്രിക് ബസ്സുകളും നഗരസഭാ അധ്യക്ഷൻ പറയുന്ന സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാമെന്ന് മുന്നറിയിപ്പ് കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി നൽകി. അത് ഗവൺമെന്റ് നയമാണ്. അങ്ങനെ KSRTCയെയും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്നവരാണ് മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് നടത്തിയ പരാമർശം പിൻവലിക്കുവാൻ ആവശ്യമായ ഉത്തരവാദിത്വവും ചുമതലയും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ശ്രീ VV രാജേഷ് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.